بسم الله الرحمن الرحيم. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأزواجه وأمهات المؤمنين والطابعين لهم بإحسان إلى يوم الدين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مرادي يا مرادي يا مرادي مرادي أهل بدري يا مرادي مرادي يا مرادي يا مرادي مرادي أهل بدري يا مرادي. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. توسلنا ببسم الله بالهادي رسول الله وكل مجاهد لله لأهل البدير يا الله. إلهي اقض حاجاتي يا صحاب البدر يا قاضي الحاجات. بسم الله الرحمن الرحيم. قال الله سبحانه وتعالى: ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. പരിശുദ്ധ ഖുർആനിൽ അമറുൽ ജലീൽ അസ്സ വജൽ റമദാനിലെ 15 എന്നാണ് ബദർ ലോകത്ത് നിറമാടുന്നത്. വെറും 313 വെറും പൊട്ടിയ വാളും പൊട്ടിയ വയറുമായി രണാങ്കണ ഭൂമിയിൽ ഇറങ്ങുകയാണ്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ് ബദർ കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ പാഠം. ലാഹിറും ബാത്തിനും തമ്മിലുള്ള പോരാട്ടമാണ് ബദർ. ബദറിൻ്റെ ഓരോ വിരിമാറും അത്ഭുതങ്ങളുടെ കലവറയാണ്. ബദറിനെ നേരിട്ട് കണ്ടവർ, ബദറിൻ്റെ ആ സഹാബത്തിൽ കിറാമന്തി ഇറങ്ങുന്ന ബദറിലേക്ക് പോകുന്നവർ കാണാൻ കഴിയും. അവിടെ പ്രത്യേകമായ ഒരു ഭാഗത്ത് മഹാന്മാരായ ഷഹീദായ ബദരീങ്ങളുടെ പേര് അണിനിരത്തി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രത്യേകമായ അനുഗ്രഹമുള്ള പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ബദർ. അല്ലാഹു അനുഗ്രഹിച്ച സ്ഥലമാണ്. അസ്ഹാബീകൾ നുജൂം അയ്യുഹും ഇഖ്തദൈതും എൻ്റെ സഹാബത്ത് താരകതുല്യരാണ്. അവരെ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലായതിൽ ഏറ്റവും മുഖ്യമായവരാണ് സഹാബത്തിൽ. റളിയല്ലാഹു അൻഹും വറദു അൻഹും. അല്ലാഹു അവരെ തൊട്ടും അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തപ്പെട്ടവരാണ് സഹാബ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 313 പേരും ഈമാനികമായ ചൈതന്യം, ഈമാനം, ഇഖ്തിസാബ എന്ന് പറഞ്ഞുള്ള വിശ്വാസം കൊണ്ടാണ് അവർ രണാങ്കണ ഭൂമിയിലിറങ്ങിയത്. ഹക്കും ബാത്തിലും തമ്മിലുള്ള ചില ശബ്ദങ്ങളാണ്. എന്നാൽ കുതിരകളില്ല, ഒട്ടകങ്ങളില്ല, ആഡംബര വസ്തുക്കളൊന്നുമില്ല. വെറും ഒട്ടി ഉണങ്ങിയതും കഴിക്കാൻ പറ്റാത്തതുമായ കുറേ ഉപകരണങ്ങളല്ലാതെ അവരുടെ കയ്യിലൊന്നുമില്ല. മറിച്ച് അവരുടെ കയ്യിലുള്ളത് എന്താണെന്നറിയാമോ? അല്ലാഹുവും അവൻ്റെ റസൂലുമാണ്. ചിലർ പറയാറുണ്ട്, ബദരീങ്ങളെ വിളിക്കുന്നത് എന്തിനാണ്? ബദരീങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ്? റസൂലുള്ളാഹിനെ വിളിക്കാതെ ബദരീങ്ങളെ വിളിക്കുകയോ എന്ന് ചിലർ ആക്ഷേപപൂർവ്വം പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ബദരീങ്ങളിൽ ഒന്നാമത്തെ ആൾ പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ വരുന്നത് മഹാന്മാരായ സഹാബത്താണ്. അതിൽ ഒന്നാമത്തെ ആൾ മഹാന്മാരായ ഖുലഫാ റാഷിദീങ്ങളിൽ 4 പേരിൽ ഒന്നാമത്തതായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. രണ്ടാമത്തത് ഉമർ ബിൻ ഖത്താബിൻ്റെ മകനായ ഉമർ തങ്ങളാണ്. മൂന്നാമത്തത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്.
നാലാമത്തെ അലിയിൽ മുർത്തദാ റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെയുള്ളതിനാൽ പ്രധാനപ്പെട്ട റസൂലുള്ള കഴിഞ്ഞാൽ അടുത്ത പ്രഹാബത്തിലെ ഏറ്റവും പദവിയുള്ളവരാണ്. അത് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ സന്തോഷം കൊണ്ട് അശ്റത്തുൽ മുബശ്ശിരീങ്ങളാവുന്ന സഹാബത്താണ്. അവരിൽപ്പെട്ട മഹാന്മാരാണ് 10 പേര്. ഈ 5 പേരെയും ബാക്കിയുള്ളതായ 5 പേരെയും കൂടെ ചേർത്തുകൊണ്ടാണ് 10 പേരാണ് സ്വഹാബത്തിൽ. എത്രയോ സ്വഹാബത്ത്. ആ സ്വഹാബത്തിൽ അത്ഭുതങ്ങളുടെയും വല്ലാത്ത അനുഗ്രഹങ്ങളുടെയും പോരിശയുള്ള സ്വഹാബത്താണ് ഈ പറയപ്പെട്ട സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. അവരന്ന ദിവസം മുഴുവനും നോമ്പാണ്. അവരുടെ എല്ലാമായ പ്രവാചകനാണ്. അവരുടെ എല്ലാ കാർമ്മികത്വവും അള്ളാഹിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദുആ ചെയ്തു. അള്ളാഹുവേ, ഞങ്ങൾ ന്യൂനപക്ഷമാണ് നമ്മുടെ വശത്തുള്ളത്. വെറും 313 പേരാണ്. അവരോ വാളുകളില്ല അല്ലാ, അതിനുള്ള ഉപകരണങ്ങളോ യുദ്ധത്തിനുള്ള മറ്റ് സന്നാഹങ്ങളോ ഏതൊരു കരാറുകളോ ഒന്നും നമ്മുടെ വശമില്ല റബ്ബേ. നമ്മുടെ കരാർ റബ്ബേ നിന്റെ ദീൻ ഇവിടെ നിൽക്കണോ. ഈ പറയുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല ഇവിടെ വിജയിത്യത്തിൻ്റെ ഉന്നതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതായ സംസ്കരണവും സമർപ്പണവും നടത്തുമ്പോഴേ ഇവിടെ വിജയമുണ്ടാകൂ. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും രണാങ്കണ ഭൂമിയിലിറങ്ങുകയാണ്. ഹക്കും ബാത്തിലുമായുള്ള പോരാട്ടമാണ്. അള്ളാഹിൻ്റെ ഹബീബ അതിന് കാർമ്മികത്വം വഹിക്കുന്നത്. ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തലേന്ന് തന്നെ അള്ളാഹിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ഓ സഹാബത്തെ, ഇവിടെയാണ് ഉത്ബത്ത് ചത്തു വീഴുക, ഇവിടെയാണ് വലീദ് ചത്തു വീഴുക. യുദ്ധമെല്ലാം കാരണം സഹാബത്ത് നോക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതിനൊരു മാറ്റം കൂടാതെ അവിടെ സംഭവിച്ചു പോവുകയാണ്. അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ യുദ്ധം. അത് മറ്റുള്ളതായ ഒന്നാലോഹമായ യുദ്ധം പോലെ, മറ്റുള്ള യുദ്ധങ്ങളെപ്പോലെ യുദ്ധകൊതിയന്മാർ ഉണ്ടാക്കുന്ന യുദ്ധങ്ങൾ പോലെയല്ല ബദറിൻ്റെ യുദ്ധം. അത് ജീവൻ്റെ നിൽപ്പിൻ്റെ യുദ്ധമാണ്, ഇസ്ലാമിൻ്റെ നിൽപ്പിൻ്റെ യുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ പിന്മാറിയിട്ടും അവർ തയ്യാറാകാത്തതിൻ്റെ പേരിൽ ആ യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നത്. എന്നിട്ടും യുദ്ധത്തിൽ ബന്ദിയാക്കപ്പെട്ടവരെ അവരെ കൊന്നുകളഞ്ഞില്ല, മോശപ്പെടുത്തിയില്ല, അവരെ അഭിമാനം പിച്ച് ചീന്തിയില്ല. മറിച്ച് റസൂലുള്ളാഹി ചെയ്തെന്തെന്നറിയാമോ? എൻ്റെ സഹാബത്തിനിടയിൽ അക്ഷരമറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഒരുപാട് സഹാബത്തുണ്ട്. അതുകൊണ്ട് ബദറിൻ്റെ ബന്ദിയാക്കപ്പെട്ട ജനങ്ങളെ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. നിങ്ങൾക്കുള്ള അറിവുകൾ ഇവർക്ക് പകർന്നു കൊടുക്കുക. ഇവർക്ക് അക്ഷരവിദ്യാഭ്യാസമില്ലാത്തവരാണ്, അതുകൊണ്ട് അവർക്ക് പകർന്നു കൊടുക്കൂ. ഈ സഹാബത്തിന് പകർന്നു കൊടുക്കൂ. നാളെ നിങ്ങളെ മോചിതമാക്കാം, നിങ്ങളെ ഇതിൽ നിന്ന് ബന്ദിയിൽ നിന്ന് ഒഴിവാക്കാം എന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഓർഡറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അംവാതം വൽ ഹയാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. എൻ്റെ സഹാബത്ത്, എൻ്റെ ബദരീങ്ങളെ നിങ്ങൾ കൊല്ലപ്പെട്ടെന്ന് നിങ്ങൾ ഭാവിക്കപ്പെടല്ലേ. അവർ കൊല്ലപ്പെട്ടവരാണെന്ന് പറയല്ലേ. അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ വിശ്വസിക്കുകയും അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ കൊല ചെയ്യപ്പെടുകയും ചെയ്തതാണ് എന്ന് മാത്രമല്ല, അവർ ഷഹീദുകളാണ്, അവരെന്നും ജീവിക്കുന്നവരാണ്. മാത്രമല്ല, വൽ ഹയാഉൻ റബ്ബിഹിം യുർസഖൂൻ, റബ്ബിൻ്റെ അടുക്കൽ വിവിധ സമർത്ഥമായ ഭക്ഷണങ്ങൾ, ആഹാരങ്ങൾ അവർക്ക് പ്രത്യേകമായി ലഭിക്കുന്നുണ്ട്. അവർ റബ്ബിൻ്റെ അടുക്കൽ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്. എൻ്റെ ബദരീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ കൊല ചെയ്യപ്പെട്ടവരെന്ന് പറയല്ലേ, ഭാവിക്കല്ലേ. മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നതാണെന്ന് പറയണം. ഫീ സബീലില്ലാഹി അംവാതൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവർ മൗത്താക്കപ്പെട്ടവരല്ല. അവർക്ക് നമുക്ക് ലഭിക്കുന്നത് പോലെ പല ആനുകൂല്യങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഖബറിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്.
നമുക്ക് കിട്ടാത്ത ആ സുലഭമായ പല പഴവർഗ്ഗങ്ങളും സുലഭങ്ങളും എല്ലാം റബ്ബിൻ്റെ ഓർഡർ കൊണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെപ്പറ്റി നിങ്ങൾ എന്തെന്ന് പറയരുത്, അവർ കൊല്ലപ്പെട്ടു പോയവരാണെന്ന് പറയരുതെന്ന് ഖുർആൻ നമ്മളോട് വിളംബരം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തുൽ കിറാം വല്ലാതെ മാന്യതയോടെ അതാ ശബ്ദമുയർത്താതെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ അത്ഭുതങ്ങളായ ദിക്റുകളുടെയും ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറയുന്ന അത്ഭുതകരമായ ദിക്റുകൾ റബ്ബിൻ്റെ മുമ്പിൽ പരമേൽപ്പിച്ചുകൊണ്ട് റബ്ബ് മതിയായവനാ, അള്ളാഹു എന്തിനും മതിയായവനാ, അള്ളാഹു എന്തിനും എല്ലാത്തിനും അള്ളാഹുവാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഒരു ശക്തിയുമില്ല അള്ളാഹു അല്ലാതെ, അവൻ അദീമം ഉന്നതനാണ് മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണ ഭൂമിയിൽ അവരിറങ്ങി. അവരുടെ വിശ്വാസം ഈമാനാ, പ്രവാചകനുള്ള അർപ്പണബോധമാ. ആ അർപ്പണബോധം കൊണ്ട് രണാങ്കണ ഭൂമിയിൽ ഇറങ്ങുകയാണ്. അവസാനം അവിടെ നിന്ന് ആകാശത്തുനിന്ന് മാലാകമാരിറക്കി അല്ലാഹു പ്രത്യേകമായ കാവൽ ഏർപ്പെടുത്തിയെന്ന് ചരിത്രം പറയുമ്പോൾ, ഖുർആൻ പറയുമ്പോൾ, ഹദീസ് പഠിപ്പിക്കുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങളുടെ കലവറയാണ് സഹാബത്തിന് കൊടുത്തത്, ആ ബദരീങ്ങൾക്ക് കൊടുത്തത്. ആ ബദരീങ്ങളുടെ പ്രത്യേകത ഇന്നും നിലനിന്നു പോകുന്നു. പല അത്ഭുതങ്ങളായ സംഭവങ്ങളും അതിന് തെളിവാണ്. എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോഴും അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബി അസ്ഹാബിൽ ബദർ എന്ന് വിളിച്ചതിൽ 313 നിന്ന് 14 പേര് ഷഹീദായതിൽ 13 പേര് ഷഹീദായി കിടക്കുന്നത് ഈ ബദറിൻ്റെ യുദ്ധം നടക്കുന്ന രണാങ്കണ ഭൂമിയിലാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരുടെ പൊരുത്തവും ആ മഹാന്മാരുടെ അനുസരണ ജീവിതവും നമുക്ക് പാഠവത്താക്കിക്കൊണ്ട് ആ സഹാബത്തിൻ്റെ ഈമാൻ്റെ ചൈതന്യമൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും അവരെ സ്നേഹിക്കൽ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന തെളിവിലൂടെയാണ് ബദരീകളെ നമുക്ക് സമർപ്പിച്ചത്. ഒരു ഒന്നാമത്തെ നേതാവ് അല്ലാഹുവിൻ്റെ ഹബീബ്, ലോകഗുരു, വിശുദ്ധ നായകരെ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ആ ബദരീകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ രോഗങ്ങളും കടങ്ങളും അല്ലാഹു എത്രയും വേഗം ഒരു അത്ഭുതമാക്കത്ത വണ്ണത്ത നിലയിൽ അല്ലാഹു അതിനെല്ലാം ദൂരീകരിച്ച് ഉന്നതമായ വിജയം അല്ലാഹു ഫതഹ് നൽകട്ടെ. അങ്ങനെ പ്രത്യേക അനുഗ്രഹമുള്ളവരാണ്. പക്ഷെ അവരുടെ ഈമാനും തഖ്വയും നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ, നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നു പോയപ്പോൾ അല്ലാഹു നമുക്ക് പരീക്ഷണങ്ങൾ വരികയാണ്, വല്ലാതെ പ്രതിസന്ധികൾ വരികയാണ്. ഇതിനൊക്കെ അഭയം അല്ലാഹുവിലേക്ക് മടങ്ങി, സ്വഹാബത്തിലേക്ക് മടങ്ങി, അവരുടെ ഈമാൻ ഒന്നുമില്ലെങ്കിലും അവരെ മുറുകെ പിടിച്ചുള്ള ആ തഖ്വയിലേക്ക് നീങ്ങാൻ അല്ലാഹു ഇതൊരു കാരണമാക്കട്ടെ. അല്ലാഹു നല്ല അമലുകൾ പെടുത്തട്ടെ എന്ന് എപ്പോഴും റബ്ബിൻ്റെ മുമ്പിൽ ദുആ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമുക്ക് ബദരീങ്ങൾ നൽകുന്ന സമ്മാനങ്ങൾ. അതുകൊണ്ട് അവരെ പിൻപറ്റി ജീവിക്കാനും അവരെ പിന്തുടരാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.